നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ എല്ലാവർക്കും പേടിയായിരിക്കും അല്ലേ? നന്മയിൽ വർത്തിക്കുന്ന ആളുകളെ എല്ലാവർക്കും പേടിയാണ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, പല സ്ഥലങ്ങളിലും നമ്മളൊക്കെ ഇപ്പൊ ഇസ്രായേലില് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ഒരു ചെറുപ്പക്കാരൻ സ്വാലിഹ് ജഫ്രാവി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസറാണ്, ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്ന നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക എന്നാണ്. അദ്ദേഹത്തെ ഇസ്രയേലിന്റെ പട്ടാളം മുഴുവനും പേടിച്ചു പോയി. ഇസ്രയേലിന്റെ ഭരണകൂടം മുഴുവനും അദ്ദേഹത്തെ പേടിച്ചു പോയി. എന്തേ പേടിക്കാനുള്ള കാരണം? അദ്ദേഹം നന്മയാണ് സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വെടിവെച്ച് ഇസ്രായേലിന്റെ പട്ടാളം വെടിവെച്ചിട്ട് താഴിടാൻ, കൊന്നുകളയാൻ നന്മയുടെ പക്ഷത്തിലേക്ക് നിന്നതുകൊണ്ട് അവർക്ക് പേടിയായി. ഒന്ന് ആലോചിച്ചു നോക്കെന്റെ പ്രിയമുള്ളവരെ, സത്യങ്ങൾ പുറത്ത് പറയുന്നവരെ കൊന്നൊടുക്കലാണിന്ന് ക്രൂരതയുടെ ഏറ്റവും വലിയ മുഖങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള പ്രശ്നം നമുക്കറിയുമല്ലോ. പടച്ചവനെ, ഒരുപാട് സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്ത രാജ്യമായ ഫലസ്തീൻ, ആ ഫലസ്തീനിന്റെ മക്കളെയാണെന്ന് ഇസ്രായേലിന്റെ പട്ടാളം കൊന്നൊടുക്കുന്നത്. ഒരു സമയത്ത് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നടന്നിരുന്നവരാണ്. അവർക്ക് കയറ്റിയിരുത്തി, അവർക്ക് ഭക്ഷണം കൊടുത്തു, അവർക്ക് വെള്ളം കൊടുത്തു, അവർക്ക് പാർപ്പിടം കൊടുത്തു, എല്ലാം കൊടുത്തു കിട്ടിയെന്ന് കണ്ടപ്പോൾ നമ്മൾ പറയുമല്ലോ, പാല് കൊടുത്ത കയ്യിന് തന്നെ തിരിച്ചു കൊത്തുക എന്നതുപോലെയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ സഹോദരങ്ങളെ നീ കാക്കണേ അല്ലാ. എൻ്റെ പ്രിയമുള്ളവരെ, അദ്ദേഹം മരിക്കുന്ന സമയത്ത് സ്വാലിഹ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വസിയത്ത് എഴുതി തൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്. ആ വസിയത്തിൽ ഒരുപാട് നന്മകളാ പറയുന്നത്. ദുനിയാവിൽ ഞാൻ പടച്ച റബ്ബിന് വേണ്ടിയിട്ടാ ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ മരിക്കുന്ന സമയത്ത് പോലും പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉരുവിടുകയാണ്, അല്ലാഹു അക്ബർ എന്ന് ഉരുവിടുകയാണ്, അൽഹംദുലില്ലാഹ് എന്ന് പറയുകയാണ്. ആ സ്വാലിഹിന്റെ പേര് കേൾക്കുന്നത് വരെ ഇസ്രായേൽ പട്ടാളത്തിന് പേടിയായി പോയി. എൻ്റെ ഗുരുവിനെ ഞാൻ അനുസരിക്കും, എൻ്റെ ഗുരുവിനെ ഞാൻ കാണും, എൻ്റെ ഉമ്മയോട് സ്നേഹത്തിന്റെ കലാമുകൾ പറയുന്നുണ്ട്. എല്ലാം പറഞ്ഞിട്ട് ഈ ദുനിയാവിൽ നിന്ന് സന്തോഷത്തോടെ ലോകത്തുനിന്ന് വിട പറഞ്ഞ ചെറുപ്പക്കാരനായി മാറുകയാണ്. ഇന്ന് സ്വാലിഹിനെ പേടിക്കുന്നത് എന്തേ? ആ ക്രൂരത അറിയിക്കുന്നത് കൊണ്ടല്ലേ, ഇസ്രായേലിന്റെ ക്രൂരത അറിയിക്കുന്നത് കൊണ്ടല്ലേ, ശത്രുപക്ഷത്തിന് എതിരെ നിന്നുകൊണ്ട് ധൈര്യമായിട്ട് പോരാടിയത്. ഇത് എന്റെ റബ്ബിന് വേണ്ടിയിട്ടാണെന്ന് വിളിച്ചു പറഞ്ഞ ചെറുപ്പക്കാരനെ എന്തേ കൊന്നൊടുക്കിയത്? ഒന്നോ രണ്ടോ ബുള്ളറ്റ് കൊണ്ടല്ല സ്വാലിഹിനെ കൊന്നൊടുക്കിയത്. 7ഓളം വരുന്ന ബുള്ളറ്റുകൾ തന്റെ ഹൃദയത്തിലേക്ക്, തന്റെ ശരീരത്തിലേക്ക് അഴിച്ചു വിട്ടിട്ടാണ് ശത്രുപക്ഷം ഇന്ന് സ്വാലിഹിനെ കൊന്നൊടുക്കിയിട്ടുള്ളത്. എങ്ങനെ കൊന്നൊടുക്കിയാലും, എങ്ങനെ ശത്രുത കാണിച്ചാലും റബ്ബിന്റെ മുമ്പിൽ ഇന്ന് ഫലസ്തീനിന്റെ മക്കളൊന്ന് ആലോചിച്ചു നോക്കൂ. സ്വർഗത്തിലാണ് ഇന്ന് അവരൊക്കെ അത്രക്ക് ഈമാനുള്ളവർ ദുനിയാവിൽ നമുക്ക് കാണാൻ കഴിയുമോ? ഇന്ന് അവരെ പോലെ ഈമാനുള്ള ആളുകളെ സത്യം പറഞ്ഞാൽ ഈ ദുനിയാവിൽ തന്നെ നമുക്ക് കാണാൻ കഴിയില്ല, അല്ലേ? കാരണം അത്രത്തോളം പവറാണ് ഇന്ന്, ഈമാനിക പവറാണ് ഇന്ന് നമ്മുടെ ഫലസ്തീനിന്റെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കുള്ളത്. ഉറപ്പാണ്. അല്ലാഹു തആല അവരോടുകൂടെ അല്ലാഹു നമ്മളെയും സ്വർഗത്തിലാക്കി തരട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അവിടുത്തെ ആ പിഞ്ചു മക്കളുടെ ഇടപെടലും ആ പിഞ്ചു മക്കളുടെ സംസാരങ്ങൾ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ മനോഹരമായ രീതിയിൽ എങ്ങനെ അല്ലാഹുവേ, ഒരു പേടിയുമില്ലല്ലോ അല്ലേ? തോക്കിന്റെ മുമ്പിലൊക്കെ അവർ നെഞ്ചും വിരിച്ചിട്ട് നിൽക്കുകയാണ്.
ആർക്കാ ഭയമുള്ളത്? അവർക്ക് ഭയമുണ്ടോ? അവർക്കാർക്കും ഒരു ഭയവും എൻ്റെ പ്രിയമുള്ളവരെ കാണുന്നില്ല. ആ രൂപത്തിലാണ് ഇന്ന് ഫലസ്തീനിൻ്റെ മക്കളൊക്കെ ഉള്ളത്. ആ മക്കൾക്ക് അല്ലാഹു തആല വെളിച്ചം കൊടുക്കട്ടെ, അല്ലാഹു തആല വെളിച്ചം കൊടുക്കട്ടെ, അല്ലാഹു തആല വെളിച്ചം കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹുവിനെ മനസ്സിലാക്കി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.